അതായത് ഈ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ കാരണം ഏത് എക്സ് വാല്യൂസ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി എന്താണ്? സെയിം ആണ് അല്ലെ? എക്സ് എയുടെയും ബിയുടെയും ഇടയിലുള്ള ഏത് വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് പ്രോബിലിറ്റി സെയിം ആയതുകൊണ്ട് നമ്മൾ അതിനെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. എഴുതിയോ? എഴുതിയോ? പിന്നെ ഞാനൊരു കാര്യം പറയാം. നിങ്ങള് ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ എനിക്ക് കാണാൻ പറ്റില്ല. കാരണം നമ്മള് ഈ ഓപ്പൺ ബോർഡിൽ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇത് മാറ്റി ഗൂഗിൾ മീറ്റിലേക്ക് പോയാലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക. ഓക്കെ? അല്ലാതെ ചാറ്റ് ബോക്സിൽ അയച്ചാൽ ഞാൻ കാണില്ല. ആർക്കെങ്കിലും കേൾക്കായ്മയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയേ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്ത് പറയുക. അല്ലാതെ കട്ടായാലും പോട്ടെ, ഇത്ര കേട്ടാ മതി എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. ഇപ്പൊ ചിലർക്ക് കേൾക്കുന്നുണ്ടാവും, ചിലർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒന്നുകൂടി പറയണം എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. ഓക്കെ? കേൾക്കണ്ടോ? ഞാൻ ചോദിക്കുന്നതിന് അതുപോലെ റെസ്പോണ്ട് ചെയ്യുക. ആരെങ്കിലും ഒരാളെങ്കിലും. ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ ഒന്നും പറയാതിരിക്കാൻ എനിക്ക് കേട്ടു. അപ്പൊ എനിക്ക് നിങ്ങൾ കേൾക്കണ്ടോ എന്താന്ന് അറിയില്ല. അതിന് വേണ്ടിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണ്ടോ ചോദിക്കണം കേട്ടോ. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. The uniform distribution is also known as the rectangular distribution. The uniform distribution is also known as the rectangular distribution. അടുത്ത പോയിന്റ് എഴുതുക. The graph of the uniform distribution is given below. The graph of uniform distribution is given below. എന്ത് വേണം? നമ്മളൊരു എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു. എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് സം എയുടെയും ബിയുടെയും ഇടയിലാണ്. അപ്പൊ നമുക്ക് ആകെ കൂടി ഒരു പ്രോബബിലിറ്റി ഉള്ളൂ, 1/b - a. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഇടയിലുള്ള ഏത് വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്താണ്? b - a തന്നെയാണ് അല്ലെ? പിന്നെ ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾ ഡിസ്ക്രീറ്റിൽ ചെയ്ത പോലെ ഓരോ പോയിന്റിന് മാർക്ക് ചെയ്യല്ല നമ്മൾ ചെയ്യാം. എയുടെയും ബിയുടെയും ഇടയിൽ എത്ര പോയിന്റ്സ് ഉണ്ടോ അതിലെല്ലാം പ്രോബബിലിറ്റി 1/b - a ആണ്. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ഗ്രാഫ് ആണ് വരിക കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ. അപ്പൊ ഇത് ശരിക്കും ഒരു എന്താ പറയാ, ഒരു റെക്ടാംഗിളിന്റെ ഷേപ്പിലാണ് ഇതിന്റെ ഗ്രാഫ് വരുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു റെക്ടാംഗിളിന്റെ ഷേപ്പിലാണ് വരിക. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റെക്ടാംഗുലർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് കൂടി പറയുന്നത്. ഡിസ്ക്രീറ്റ് കേസിൽ നമുക്ക് ഇതേപോലെ തന്നെയാണ് കിട്ടുക. ഡിസ്ക്രീറ്റിലാവുമ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരിക, പകരം പോയിന്റുകളാണ് വരിക. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ വരയ്ക്കുക. The graph of uniform distribution is given below എന്ന് പറഞ്ഞിട്ട് ഇത് വരയ്ക്കുക. ഇവിടെ എക്സ്, ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ്, ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് വാല്യൂസ്. അപ്പൊ എക്സ് എന്ന് പറയുമ്പോ എക്സിന് എന്താ ബോർഡിന്റെ കളറ് ഇത് നല്ലപോലെ കാണാനില്ല. ഹെവി ബ്ലാക്കോ? ഇപ്പൊ എഴുതുന്നത് കുറച്ചുകൂടി കട്ടിയില് ആക്കാൻ പറ്റുമോ? ആക്കാം. അടുത്ത മുതലാക്കാം. ഈ ഗ്രാഫ് വരയ്ക്കുക. എക്സ് ആക്സിസിൽ എയും ബിയും, എഫ് ഓഫ് എക്സിൽ 1 ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇത്ര മതിയോ എഴുതണതിന്റെ ഡാർക്ക്നെസ്? ഇനി ഒന്നുകൂടി ഡാർക്ക് ആക്കണോ? ഇത് കാണാനുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓർ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതുക കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ
or cumulative distribution function, CDF. Distribution function or cumulative distribution function. ഒരു റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുക? എങ്ങനെയാണ് അമൃത ഒരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? അമ്മ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അമ്മ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോ അമൃത എങ്ങനെയാ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് എനിക്ക് കേൾക്കണ്ട്, പറഞ്ഞോളൂ. എങ്ങനെയാണ് നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുക? ഏത് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? ഏത് ലെറ്റർ വെച്ചിട്ട് അമ്മ ഡിനോട്ട് ചെയ്യാ? ഓർമ്മല്ലേ മിസ്സേ? പറമ്മ. സാന്ത്വന, സാന്ത്വന ഉണ്ടോ? മിസ്സന്റെ പേര് വിളിക്കമ്മ. ഉണ്ടാവും, അല്ലാണ്ട് വെറുതെ ചോദിക്കൂ. സാന്ത്വന, നിങ്ങൾ എല്ലാവരും ഇത് ഓൺ ചെയ്ത് വെച്ച് ഞാൻ എല്ലാവരോടും വീഡിയോ ഓൺ ചെയ്യാൻ പറയണോ? നീ ജനറൽ ഡെഫിനേഷൻ പറയുമ്പോൾ ഇറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്, ബട്ട് മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെയുള്ള പ്രോബബിലിറ്റി 0 ആണ്. അതുകൊണ്ട് നമുക്ക് അത് എഴുതേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡിസ്ട്രിബ്യൂഷന്റെ ലോവർ റേഞ്ച് എന്ന് പറയുന്നത് എ മുതലായതുകൊണ്ട് എ മുതൽ എക്സ് വരെയുള്ള പ്രോബബിലിറ്റി ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 1/b മൈനസ് എ dx. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 1/b മൈനസ് എ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ബാക്കി ഇന്റഗ്രൽ a to x dx അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 1/b മൈനസ് എ ഇൻറ്റു സോറി എക്സ് ഇല്ല 1dx. ഒന്നുകൂടി എഴുതാം ഞാൻ. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് equal to integral minus infinity to x small f of x dx, which is equal to a to x 1/b minus a dx. b minus a constant ആയതുകൊണ്ട് നമ്മൾ 1/b minus a നെ പുറത്തെടുത്തു. അപ്പൊ ബാക്കി ഇന്റഗ്രൽ a to x 1 dx അല്ലേ? this is equal to 1/b minus a into ഇന്റഗ്രൽ 1 dx എന്താ? അല്ലെങ്കിൽ ഇന്റഗ്രൽ dx എന്താ? എക്സ് അല്ല അമ്മ, എക്സ് അല്ലേ 1dx എന്ന് വെച്ചാ? ഇന്റഗ്രൽ dx എന്താ? എക്സ്. ഇന്റഗ്രൽ dx x within the limit a to x അല്ലേ? അപ്പൊ this is equal to 1/b minus a into ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക x, പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുക a. അപ്പൊ നമ്മുടെ യൂണിഫോമിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? x minus a by b minus a അല്ലേ? where a less than x less than b. മനസ്സിലായ? കണ്ടിന്യൂസ് കേസിലാകുമ്പോ സമ്മേഷൻ ഇട്ട് ചെയ്യണു. ഡിസ്ക്രീറ്റ് കേസ് ആകുമ്പോ സമ്മേഷനും കണ്ടിന്യൂസ് ആകുമ്പോ ഇന്റഗ്രേഷനും, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ എഴുതോ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. താഴെ we know that f of x is equal to probability that capital X less than or equal to small x. Probability that capital X less than or equal to small x equal to integral minus infinity to x f of x dx. Integral minus infinity to x f of x dx equal to ഇന്റഗ്രൽ a to x ആവാൻ കാരണം മൈനസ് ഇൻഫിനിറ്റി മുതൽ a വരെയുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ പിന്നെ അവിടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് 0 തന്നെ വരുള്ളൂ. മനസ്സിലായ? അപ്പൊ നമുക്ക് a മുതൽ മതി, കാരണം നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എയുടെയും ബിയുടെയും ഇടയിലാണ്. സോ ഇന്റഗ്രൽ a to x 1/b minus a dx equal to 1/b minus a into integral a to x 1 dx equal to
1 by b minus a into x within the limit a to x. ബാക്കി നമുക്ക് എന്ത് കിട്ടി? x minus a by b minus a. x minus a by b minus a where a less than x less than b. Where a less than x less than b. എഴുതിയോ? എഴുതിയോ നിങ്ങള്? ഓക്കെ. പിന്നെ നമ്മളിതൊരു ഫംഗ്ഷന്റെ ഫോമിലാക്കി എഴുതാണ് നമ്മുടെ എഫ് ഓഫ് എക്സിന്. എഫ് ഓഫ് എക്സ് therefore എഫ് ഓഫ് എക്സ് is equal to, നമ്മൾ എങ്ങനെ എഴുതുക? എഫ് ഓഫ് എക്സിന്റെ മിനിമം റേഞ്ച് 0 ആണ്. എപ്പോ? when x is less than or equal to a. ഇനി എക്സിന്റെ വാല്യൂ എ ഡിയും ബി ഡിയും ഇടയിലാവുമ്പോ this is x minus a by b minus a when a less than x less than b and is equal to 1 when x greater than or is equal to b. അതായത് ഇതിനൊരു ഫംഗ്ഷന്റെ ഫോമിൽ എഴുതുക. എഫ് ഓഫ് എക്സിന്റെ മിനിമം റേഞ്ച് 0യും മാക്സിമം 1ഉം ആണ്. എക്സിന്റെ വാല്യൂ എനെക്കാട്ടിലും ചെറുതാവുമ്പോ നമ്മുടെ ക്യൂമുലേറ്റീവ് പ്രോബിലിറ്റി, അതായത് എ വരെയുള്ള പ്രോബിലിറ്റി 0 ആണ്. എ ഡിയും ബി ഡിയും ഇടയിലുള്ള പ്രോബിലിറ്റി എക്സ് മൈനസ് എ ബൈ ബി മൈനസ് എ ആണ്. ഇനി എക്സ് ബിനെക്കാട്ടിലും വലിയ ഏത് വാല്യൂ എടുത്താലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അടുത്തത് മൊമെന്റ്സ്. അപ്പൊ ഇവിടെ നമ്മള് സാധാരണ ചെയ്തിട്ടുണ്ടായിരുന്നത് മീന്, വേരിയൻസ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആർത്ത് റോ മൊമെന്റ് കണ്ടുപിടിക്കും. ആർത്ത് റോ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ആർത്ത് റോ മൊമെന്റ്? എന്താണ് ആദിത്യൻ? ആദിത്യൻ ഇല്ലയുടെ? ആദിത്യൻ ആർത്ത് റോ മൊമെന്റിനെ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യാ? എന്താണ് ആർത്ത് റോ മൊമെന്റ് എന്ന് പറഞ്ഞാൽ? എന്താ? എക്സ്പെക്ടഡ് വാല്യൂ ആദ്യം പറയുന്നത് എനിക്ക് ക്ലിയർ ആവില്ല. നോക്കട്ടെ. ഗോവിന്ദൻ ഉണ്ടാ? ഗോവിന്ദൻ 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 എവിടെ പോയി? ഗോവിന്ദൻ ഹലോ, പറയൂ. എങ്ങനെയാണ് നമ്മള് ആർത്ത് റോ മൊമെന്റ് കണ്ടുപിടിക്കുക? ഡാഷ് നമ്മൾ കണ്ടുപിടിക്കണം. യു ആർ ഡാഷ് ഈസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് റൈസ് ടു ആർ. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് റൈസ് ടു ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ എക്സ് റൈസ് ടു ആർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലെ? ഇന്റഗ്രൽ ഓവർ എക്സ് റൈസ് ടു ആർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ നമ്മുടെ എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എക്സ് റൈസ് ടു ആർ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 by b minus a dx. ഓക്കെ. ഇനി 1 by b minus a നമുക്ക് എന്ത് ചെയ്യാം? കോമൺ എടുക്കാം. അപ്പൊ ബാക്കി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ ഇന്റഗ്രൽ എ ടു ബി എക്സ് റൈസ് ടു ആർ ഡി എക്സ്. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുത്തിട്ട് ആൻസർ എന്നോട് പറയാം. അപ്പൊ എഴുതൂ മൊമെന്റ്സ്. എന്റെ താഴെ എഴുതാ
The earth raw moment is given by earth raw moment about origin. The earth raw moment about origin is given by mu r dash equal to expected value of x raised to r. Expected value of x raised to r equal to integral over x raised to r into f of x dx. Integral over x raised to r into f of x dx equal to integral a to b x raised to r into f of x എന്ന് പറഞ്ഞാൽ 1 by b minus a. 1 divided by b minus a dx. 1 by b minus a is a constant, so we can take it out, equal to 1 by b minus a into integral a to b x raised to r dx. ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എന്താണ് ആർത്ത് റോ മൊമെന്റ് കിട്ടുന്നതെന്ന് പറയാം. ഇതിപ്പോ എന്തിട്ടാ എൻ്റെ കൃഷ്ണ? 1 മൈനസ് ബി മൈനസ് എ കിടക്കട്ടെ. ഇന്റഗ്രൽ എക്സ് റേസ് ടു ആർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു ആർ പ്ലസ് 1 ബൈ ആർ പ്ലസ് 1 വിത്തിൻ ദ ലിമിറ്റ് എ ടു ബി. അപ്പോൾ 1 ബൈ ആർ പ്ലസ് 1 നമുക്ക് പുറത്ത് നിർത്താം. സോ 1 ബൈ ബി മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് 1 ഇൻറ്റു എക്സ് റേസ് ടു ആർ പ്ലസ് 1 ലിമിറ്റ് കൊടുക്കുമ്പോൾ ബി റേസ് ടു ആർ പ്ലസ് 1 മൈനസ് എ റേസ് ടു ആർ പ്ലസ് 1. So answer is 1 by b minus a into b raised to r plus 1 minus a raised to r plus 1 whole divided by r plus 1. ഇതാണ് mu r dash. കിട്ടിയ എല്ലാവർക്കും? അമൃത പറയും. ഇല്ല, ശ്രീലക്ഷ്മി പറഞ്ഞു. ഇനി ഇപ്പൊ നമുക്ക് കിട്ടി mu r dash equal to എന്താ കിട്ടിയ 1 by b minus a into b raised to r plus 1 minus a raised to r plus 1 whole divided by r plus 1. ഇനി ഇതില് ഈ mu r dashല് നമ്മൾ r is equal to 1 എന്ന് കൊടുത്താൽ എന്ത് കിട്ടും? mu 1 dash. mu 1 dash എന്ന് പറയുന്നതാണ് നമ്മുടെ മീന് e of x അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ മീന് കിട്ടാൻ വേണ്ടിയിട്ട് mu r dashല് ആറിന്റെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു ആറ് 1 ആവുമ്പോ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അല്ലേ? ആറ് 1 ആവുമ്പോ ബി റേസ് ടു 1 പ്ലസ് 1 ഈസ് ബി സ്ക്വയർ, എ റേസ് ടു 1 പ്ലസ് 1 ഈസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. നമുക്ക് എന്ത് കിട്ടി? 1 ബൈ 2 ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? b plus a into b minus a. b minus a cancel ചെയ്തു പോകും. So mean of a uniform distribution is b plus a divided by 2. Clear ആയോ? ആ മിസ് ക്ലിയർ ആയി. എഴുതൂ. In particular when r equal to 1, in particular when r equal to 1, we have mean is equal to mu 1 dash. We have mean is equal to mu 1 dash equal to 1 by b minus a into 1 divided by b minus a into b square minus a square whole divided by 2. b square minus a square whole divided by 2 equal to 1 by 2 into b minus a into b plus a into b minus a. b minus a cancel it by. So finally it is b plus a by 2. So mean of a rectangular distribution is b plus a divided by 2.
ഓക്കെ, ഇപ്പൊ നമ്മൾ µ1 ഡാഷ് കിട്ടി. ഇനി നമുക്ക് വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേരിയൻസ് ഓഫ് എക്സ്, അതായത് µ2 എന്ന് പറയുന്നത് എന്താ? µ2 ഈസ് µ2 ഡാഷ് മൈനസ് µ1 ഡാഷ് ദ ഹോൾ സ്ക്വയർ, അതായത് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ അതിൽ µ2 ഡാഷ്, ഇതിൽ നിന്ന് µ2 ഡാഷ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? µr ഡാഷിൽ ആറിന് 2 ഇട്ട് കൊടുത്താൽ µ2 ഡാഷ് എന്ന് പറയുന്നത് എന്ത് വരും? 1/b മൈനസ് എ ഇൻറ്റു ബി ക്യൂബ് മൈനസ് എ ക്യൂബ് ഡിവൈഡഡ് ബൈ R2 അല്ലേ 3 അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ബി മൈനസ് എ. ബി ക്യൂബ് മൈനസ് എ ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ എഴുതാം. ഇത് എ സ്ക്വയർ ആണ് കേട്ടോ. ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ. അപ്പൊ ഇതില് ഈ ബി മൈനസ് എ ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് µ2 ഡാഷ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1/3 ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ക്ലിയർ ആണോ? അപ്പൊ ഇത് ഞാൻ അടുത്തത്, we know that variance of x is equal to µ2. We know that variance of x is equal to µ2 equal to µ2 dash minus µ1 dash the whole square. µ2 dash minus µ1 dash the whole square equal to expected value of x square minus expected value of x the whole square. Put r equal to 2 in mu r dash. Put r equal to 2 in mu r dash. We get µ2 dash equal to 1/b minus a into b cube minus a cube divided by 3 equal to 1/3 into b minus a into numerator b minus a into b square plus ab plus a square. b cube minus a cube ne nammal expand cheytadana. b minus a into b square plus ab plus a square. b minus a cancel cheyam. So µ2 dash is 1/3 into b square plus ab plus a square. b square plus ab plus a square. ക്ലിയർ ആയോ? നമ്മളിപ്പോ ഇന്ന് ഇത്ര എടുക്കണല്ലോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മനസ്സിലാവായ്മ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ?